എല്ലാവർക്കും നമസ്കാരം. നാളെ പുതുവർഷം പിറക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാളെ പുലർച്ചെയുള്ള ആ ഒരു അസ്പീഷ്യസ് ടൈമിൽ നമ്മൾ എന്ത് പ്രാർത്ഥിക്കുന്നു ആ കാര്യം നമുക്ക് നടന്നു കിട്ടാനുള്ള സാധ്യത സാധാരണ ദിവസങ്ങളെ അപേക്ഷിച്ച് 90% വരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇതുപോലുള്ളൊരവസരം ഇനി നമുക്ക് അടുത്ത വർഷം ഇതേ സമയം മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇത് പറയാൻ കാരണം നമ്മൾ വസിക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനാണ് സൂര്യൻ. ആ നാഥൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് വെളിച്ചവും ഊർജവും ജീവിതവും ഇവിടെ ഭൂമിയിൽ നിലനിൽക്കുന്നത്. ഇവിടെ ഈ നമുക്കെന്ന് ഉദ്ദേശിച്ചത് കേവലം നമ്മൾ മനുഷ്യരുടെ കാര്യം മാത്രമല്ല, ഈ പ്രകൃതിയിലെ പക്ഷി മൃഗാദികൾ തൊട്ട് വൃക്ഷലതാദികൾ വരെ സൂര്യനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇതിൽ പറയാൻ പോകുന്ന 2 മന്ത്രങ്ങളിൽ വെച്ച് ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നാളെ പുലർച്ചെ സൂര്യനെ നോക്കി പ്രാർത്ഥിക്കുക. അതിലൊന്ന് ആദ്യത്തെ ഹൃദയമന്ത്രം, മറ്റൊന്ന് സൂര്യഭഗവാന്റെ മൂലമന്ത്രവുമാണ്. ഇത് കേൾക്കുന്ന നിങ്ങൾ ഏത് മതസ്ഥരാണെങ്കിലും ശരി, സൂര്യഭഗവാന്റെ ദൃഷ്ടിയിൽ നമ്മളെല്ലാവരും മക്കളാണ്. അതുകൊണ്ട് ഇതെനിക്ക് ജപിക്കാൻ പറ്റുമോ തിരുമേനി എന്ന് ആരും എഴുതി ചോദിക്കേണ്ടതില്ല. ഇത് എല്ലാവർക്കും ഒരുപോലെ ജപിക്കാവുന്നതാണ്. ഇത് നിത്യവും പുലർച്ചെ ജപിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയാകാം. പ്രത്യേകിച്ച് നാളെ ഉറപ്പായും ഈ ഒരു മന്ത്രം ജപിക്കുന്ന ആളുകൾക്ക് വരുന്ന 1 വർഷം വരെ അതിൻ്റെ ആ ഒരു അനുഗ്രഹം ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഈ പറയാൻ പോകുന്ന 2 മന്ത്രങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിത്യവും രാവിലെ ജപിച്ചാൽ സർവകാര്യ വിജയം ഉറപ്പാണ്. അതായത് ആയുസ്, അറിവ്, കീർത്തി, തേജസ്, ഭാഗ്യം, അതിനോടൊപ്പം ആഗ്രഹ സാഫല്യം, ഇത്രയും അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടി വന്നുകൊണ്ടേയിരിക്കും. അതായത് ഇത് ഒറ്റ ദിവസം കൊണ്ടോ ഒറ്റ ആഴ്ച കൊണ്ടോ വരുമെന്നല്ല ഈ പറയുന്നത്. പിന്നീടുള്ള ദിവസങ്ങളിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിത മധ്യേ ഈ ആദ്യം പറഞ്ഞ അനുഗ്രഹങ്ങൾ ഒന്നിനു പിറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കും. ഇത് പറയാൻ കാരണം ഈ മന്ത്രങ്ങളുടെ ഉത്ഭവസ്ഥാനം രാമായണം എന്ന മഹാകാവ്യമാണ്. അതായത് രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ മന്ത്രമാണ് ഇന്നിവിടെ പറയാൻ പോകുന്ന ആ ഒരു വലിയ മന്ത്രം. എന്നാൽ ചെറിയ മന്ത്രം മൂലമന്ത്രമാണ്. അത് വളരെ ചെറുതാണ്. അത് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ജപിക്കാനും സാധിക്കും. പ്രത്യേകിച്ചും ഇപ്പോഴുള്ള ഈ മന്ത്രത്തിൻ്റെ ആ ഒരു പ്രസക്തി എന്തെന്നാൽ, ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ നിത്യജീവിതത്തിൽ ഒരു സമ്പൂർണ്ണമായിട്ടുള്ളൊരു മനസമാധാനം അനുഭവിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. അതായത് ശാരീരികമായും മാനസികമായിട്ടും എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ ഓരോരുത്തർക്കുമുണ്ട്. ഇതിന് ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ, രക്തസമ്മർദ്ദം, പ്രമേഹം, അല്ലെങ്കിൽ ഈ കൊളസ്ട്രോൾ പോലുള്ള ഈ രക്തദൂഷ്യ രോഗങ്ങൾ, ഇതിനെല്ലാം നിയന്ത്രിച്ച് നിർത്താൻ ഈ സൂര്യ നമസ്കാരത്തിന് കഴിയുമെന്നതുപോലെ നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്ന മന്ത്രത്തിനും അതിനുള്ള ശക്തിയുണ്ട്. മാത്രവുമല്ല, നിത്യവും രാവിലെ ഈ ആദിത്യ ഹൃദയ മന്ത്രം ഇതിൽ പറയുന്നത് പോലെ ജപിച്ചാൽ നിങ്ങൾ മറ്റുള്ളവരുമായി ഇടപഴകുന്ന സന്ദർഭങ്ങളിൽ നിങ്ങളുടെ മുഖത്ത് നോക്കി ആർക്കും നിഷേധാത്മകമായ ആ ഒരു ഭാവത്തിൽ, അതായത് തരില്ല, പറ്റില്ല, അല്ലെങ്കിൽ പിന്നെ ആവട്ടെ, ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കില്ല. കാരണം അത്രയധികം തേജസ് നിങ്ങളിൽ ഓരോ ദിവസം കഴിയുന്തോറും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ മന്ത്രം ജപിക്കുമ്പോൾ സൂര്യനെ സൂര്യനാരായണനായി സങ്കല്പിച്ചു വേണം ഇത് ജപിക്കുവാൻ. ഈ അതിശ്രേഷ്ഠമായിട്ടുള്ള മന്ത്രം ശ്രീരാമന് അഗസ്ത്യമുനി ഉപദേശിച്ചതായിട്ടാണ് അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അതായത് ഈ രാമായണത്തിലെ യുദ്ധകാണ്ഡത്തിലാണ് ഈ ആദിത്യ ഹൃദയ മന്ത്രത്തെക്കുറിച്ച് പറയുന്നത്. ഈ മന്ത്രസിദ്ധി കൈവന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ആ ഒരു വ്യത്യാസം അറിയാനാകും. അതായത് കണ്ണുകൾ തിളങ്ങുക, മുഖം പ്രസന്നമാകുക, ശാരീരിക ക്ഷീണങ്ങളെല്ലാം അകന്നു പോകുക, അതുപോലെ തന്നെ മനസ്സിനും ശരീരത്തിനും ഉണ്ടാകുന്ന ആ ക്ലേശങ്ങളെ സഹിക്കാനുള്ള ശക്തി നമുക്ക് സ്വയമേവ വന്നു ചേരുക. ഈ സൂചനകൾ കണ്ടാൽ നമ്മൾ ജപിക്കുന്ന മന്ത്രത്തിൻ്റെ ഫലങ്ങൾ നമുക്ക് കിട്ടിത്തുടങ്ങി എന്നാണ് അർത്ഥം. അതുമാത്രവുമല്ല, ഇതിലെ ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ദിവസവും ഈ മന്ത്രം കേവലം 1 തവണയെങ്കിലും ജപിക്കുന്നത് അജ്ഞതയും വിഷാദവും അലസതയും അവർക്ക് അകറ്റുമെന്ന് തന്നെയാണ് അനുഭവസ്ഥർ പറയുന്നത്. ഇത് ഈ അസ്തമയ ശേഷം ജപിക്കരുത്. കാരണം ഈ സൂര്യപ്രീതികരമായിട്ടുള്ള ഒരു മന്ത്രങ്ങളും നമ്മൾ അസ്തമയ ശേഷം ജപിക്കാറില്ല. ഇനി എങ്ങനെ, എപ്പോൾ ഈ മന്ത്രം ജപിക്കണം എന്നൊന്ന് പറയാം. രാവിലെ 6 മണിക്ക് ശേഷവും 7 മണിക്കുള്ളിലുമുള്ള ആ 1 മണിക്കൂർ നേരം കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് 3 മുതൽ 12 തവണ ഭക്തിയോടുകൂടി ജപിക്കാവുന്നതാണ്. കുളിച്ച് ശുദ്ധിയായി ശരീരവും മനസ്സും പരിശുദ്ധമാക്കി വെച്ചുകൊണ്ട് വേണം ഇത് ജപിക്കേണ്ടത്. തുടക്കത്തിൽ എല്ലാ ദിവസവും 1 പ്രാവശ്യം ജപിച്ചാൽ മതിയാകും. ക്രമേണ ഈ മന്ത്രം ഹൃദ്യസ്ഥമാകുന്നതനുസരിച്ച് 3, 6, 9, 12 എന്നിങ്ങനെ കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കും. ആർത്തവ ദിവസങ്ങളിലും പുലവാലായ്മയുള്ള ദിവസങ്ങളിലും ഈ മന്ത്രം ജപിക്കാറില്ല. അതുകൊണ്ട് അത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല. ഈ പറഞ്ഞതല്ലാതെ മറ്റ് വ്രതത്തിൻ്റെ ഒന്നും ആവശ്യമില്ല.
എന്നാൽ ഭക്ഷണ കാര്യങ്ങളിൽ നിയന്ത്രണം കൊണ്ടുവന്നാൽ, അതായത് ഈ മത്സ്യമാംസാദികൾ ഒഴിവാക്കി നിത്യവും ജപിച്ചു പോന്നാൽ അത് അത്യുത്തമമായിരിക്കും. അത് പറയാൻ കാരണം, അങ്ങനെയാകുമ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങളുടെ ആ ഉദ്ദിഷ്ട ഫലങ്ങൾ അനുഭവത്തിൽ വരും. അങ്ങനെയാണ് ഭൂരിഭാഗം ആളുകളിലും കണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞത് നിത്യവും ഈ മന്ത്രം ജപിക്കുന്ന ആളുകളുടെ കാര്യമാണ്. എന്നാൽ ആഴ്ചയിൽ സൂര്യൻ്റെ ദിവസമായ രവിവാർ, അതായത് ഞായറാഴ്ച, ഇപ്പോൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ സൺഡേ എന്ന് പറയും, ഈ സൺഡേ ഒരു ദിവസം മാത്രമാണ് നിങ്ങൾ ഈ സൂര്യമന്ത്രം ജപിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തലേ ദിവസം മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുക. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഈ പറഞ്ഞതുപോലെ ജപിക്കുക. അങ്ങനെ മാസങ്ങളോളം ശീലിച്ചു പോകുകയാണെങ്കിൽ വളരെ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ക്രമേണ വന്നുകൊണ്ടിരിക്കും. ആദ്യം ഏറ്റവും ചെറിയ മന്ത്രമായ സൂര്യദേവൻ്റെ മൂലമന്ത്രം പറയാം. ഓം ആദിത്യായ നമഃ, ഓം ഭാസ്കരായ നമഃ. ഈ രണ്ട് മന്ത്രങ്ങളും ഒന്നിനു പുറകെ ഒന്നായി ഇടവിട്ട് ജപിച്ചുകൊണ്ടിരിക്കുക. 108 ഉരു ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി അടുത്തതായിട്ട് പറയുന്നത് ആദിത്യ ഹൃദയ മന്ത്രം. ഇതാണ് നമ്മൾ ആദ്യം സൂചിപ്പിച്ച ആ ഒരു വിശിഷ്ട മന്ത്രം. സന്താപനാശകരായ നമോ നമഃ, അന്ധകാരാന്തകരായ നമോ നമഃ, ചിന്താമണി ചിദാനന്ദായതേ നമഃ, നീഹാരനാശകായ നമഃ, മോഹവിനാശകരായ നമോ നമഃ, ശാന്തായ രൗദ്രായ സൗമ്യായ ഹോരായ കാന്തിമതാം കാന്തിരൂപായതേ നമഃ, സ്ഥാവരജംഗം ആചാര്യായതേ നമോ നമഃ, ദേവായ വിശ്വൈക സാക്ഷിണതേ നമോ നമഃ, സത്യപ്രധാനായ തത്വായതേ നമഃ, സത്യസ്വരൂപായ നിത്യം നമോ നമഃ. ഇത് ആദ്യം പറഞ്ഞതുപോലെ തുടക്കത്തിൽ ഒരു ദിവസം ഒരു പ്രാവശ്യം മാത്രം ജപിച്ചു തുടങ്ങുക. അതിനുശേഷം സഹനശക്തി വരുന്നതനുസരിച്ച് പിന്നീടുള്ള ദിവസങ്ങളിൽ 3, 6, 9 എന്നിങ്ങനെ തവണ സംഖ്യ കൂട്ടിക്കൊണ്ടുവരിക. അങ്ങനെ 12 തവണ ആവർത്തിച്ച് ഒരു ദിവസം നിങ്ങൾക്ക് ജപിക്കാനായാൽ അത് അത്യുത്തമമായിരിക്കും. ഈ പറഞ്ഞ 2 മന്ത്രങ്ങളിൽ വെച്ച് ഏത് മന്ത്രമാണോ നിങ്ങൾക്ക് ജപിക്കാൻ സൂട്ടബിൾ ആകുന്നത് അതാണ് ഇതിൽ നിന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ഈ പറഞ്ഞ പോലെ ഈ മൂലമന്ത്രവും ആദിത്യ ഹൃദയ മന്ത്രവും രണ്ടും ഒറ്റ ദിവസം തന്നെ ജപിക്കണമെന്നുള്ളവർക്ക് അങ്ങനെയാകാം, അതിൽ തെറ്റില്ല. എന്തായാലും ഈ 2 മന്ത്രങ്ങളും അതിവിശിഷ്ടമാണ്. നാളെ പുതുവർഷ പിറവിയായതുകൊണ്ട് നാളെ പുലർച്ചെ ഒരു ദിവസം മാത്രമേ നിങ്ങൾ ഇത് ജപിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഉചിതം സൂര്യഭഗവാന്റെ ആ ഒരു 2 വരി മൂലമന്ത്രമാണ്. ഇനി അതല്ല, ഈ രണ്ടാമത് പറഞ്ഞ മന്ത്രം, അതായത് നിത്യവും ഈ ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ നല്ല ചിട്ടയോടുകൂടി ഭക്ഷണങ്ങളിൽ നിയന്ത്രണം കൊണ്ടുവന്ന ശേഷം എല്ലാ ദിവസവും ജപിക്കുകയോ അല്ലെങ്കിൽ ഞായറാഴ്ച ഒരു ദിവസം എന്ന കണക്കിൽ മാസത്തിൽ 4 പ്രാവശ്യം എന്ന രീതിയിൽ ജപിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത്. നിത്യപൂജയിലേക്ക് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും തരേണ്ടവർ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ തരിക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.